എല്ലാവർക്കും ചെസ് മെക്കാനിക്സ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെസ്സിൽ ഓരോ പീസിൻ്റെയും വാല്യൂസാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് പോണിൻ്റെ വാല്യൂ നോക്കാം. ഈ ഒരു പോണിൻ്റെ വാല്യൂ ചെസ്സിൽ 1 പോയിൻ്റാണ്. അതായത് ഒപ്പോണൻറ്റ് നമ്മളെ പോണിനെ ക്യാപ്ചർ ചെയ്യണമെങ്കിൽ അവർക്ക് 1 പോയിൻ്റ് കിട്ടും. നമ്മൾ ക്യാപ്ചർ ചെയ്താൽ നമുക്കും 1 പോയിൻ്റ് കിട്ടും. അടുത്ത് റൂക്കിൻ്റെ വാല്യൂ നോക്കാം. റൂക്കിന് 5 പോയിൻ്റാണുള്ളത്. അതായത് ഒപ്പോണൻറ്റിൻ്റെ 5 പോണെന്ന് വെച്ചാൽ നമ്മളൊരു റൂക്കിന് പോയിൻ്റ് വൈസ് ഈക്വലാണ്. പൊസിഷൻ വൈസ് നമ്മൾ ഓരോ ഗെയിം അനുസരിച്ചിരിക്കും. അപ്പോൾ ഒപ്പോണൻറ്റിൻ്റെ 5 പോണെന്ന് വെച്ചാൽ 5 പോയിൻറ്റും നമ്മളൊരു റൂക്കെന്ന് വെച്ചാൽ 5 പോയിൻറ്റുമാണ്. അങ്ങനെ പോയിൻ്റ് വൈസ് ഈക്വൽ ആയിരിക്കും. അടുത്ത് നൈറ്റിനെ കുറിച്ച് നോക്കാം. നൈറ്റിന് ചെസ്സിൽ 3 പോയിൻ്റാണുള്ളത്. അതായത് ബ്ലാക്കിൻ്റെ 3 പോണെന്ന് വെച്ചാൽ വൈറ്റിൻ്റെ ഈ ഒരു നൈറ്റിന് ഈക്വൽ ആയിരിക്കും. അടുത്തതായി ബിഷപ്പിനെ കുറിച്ച് നോക്കാം. ബിഷപ്പിന് കൊടുത്തിരിക്കുന്ന വാല്യൂ 3 പോയിൻ്റാണ്. അതായത് ബ്ലാക്കിൻ്റെ 3 പോണിന് ഈക്വലാണ് ഈ ഒരു ബിഷപ്പ്. അടുത്ത് നമുക്ക് ക്യൂവിനെ കുറിച്ച് നോക്കാം. ക്യൂവിന് ചെസ്സിൽ 9 പോയിൻ്റാണ് കൊടുത്തിരിക്കുന്നത്. ക്യൂവിനാണ് ഒരു ചെസ് ബോർഡിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് പീസ്. ബ്ലാക്കിൻ്റെ ഒരു പോണും റൂക്കും നൈറ്റും കൂടെ ചേർന്നാൽ 9 പോയിൻറ്റ്സ് ആവും. അങ്ങനെ ഇത്രയും പീസുകൾക്ക് ക്യൂവിനെ ഈക്വലാക്കാൻ പറ്റും. പൊസിഷൻ വൈസ് ആണെങ്കിൽ ആ ഒരു ഗെയിം നമുക്ക് വിലയിരുത്തി തന്നെ അറിയണം. അടുത്ത് കിങ്ങിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. കിങ്ങിനെന്ന് വെച്ചാൽ ഒരു ചെസ്സിൽ പോയിൻ്റ് ഇല്ല. കാരണം കിങ്ങിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. കിങ്ങിനെ ചെക്ക്മേറ്റ് ആക്കിയേ നമുക്കൊരു ഗെയിം ജയിക്കാൻ പറ്റുള്ളൂ. കിങ്ങിനെ ക്യാപ്ചർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതിനായിട്ടൊരു പോയിൻറ്റും ഇല്ല. പിന്നെ ചെസ്സിൽ മേജർ പീസ് എന്ന് പറയുന്നത് ക്യൂനും റൂക്സുമാണ്. അതുപോലെ തന്നെ ചെസ്സിലെ മൈനർ പീസ് എന്ന് പറയുന്നത് നൈറ്റും ബിഷപ്പുമാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ചെസ്സിൽ ഓരോ പീസിൻ്റെ വാല്യൂസാണ് നോക്കിയത്. ഇനി നിങ്ങൾക്ക് ഈ ഒരു ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ പീസിനും എത്ര പോയിൻറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നതെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഓരോ പീസിൻ്റെ വാല്യൂസിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ അതിനൊക്കെ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.